അപ്പോൾ നെയ്ച്ചുവിന് കിൻഡർ ജോയ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് ഇങ്ങനെ വൈകിട്ട് ഇറങ്ങിയത്. ഓഫീസും കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ എന്നെ ഇങ്ങനെ കിൻഡർ ജോയ് വാങ്ങിത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് നമുക്ക് കിൻഡർ ജോയ് വാങ്ങേണ്ട ഷോപ്പിലേക്ക്. അപ്പോൾ ആശാ മുമ്പ് തന്നെ നടക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ബാക്കിലുണ്ട്. ഓക്കെ, ഈ വഴിക്ക് മുന്നേ വന്നിട്ടുണ്ടാ നേച്ചു? ഇതിലേ കൂടി മുന്നേ വന്നിട്ടുണ്ടാ നീ? എവിടെ? നേച്ചു എവിടെയാ കളിക്കാൻ വരുന്നത്? പാർക്കിൽ? എവിടെ? നേച്ചു ആകെ 2 പ്രാവശ്യം എൻ്റെ കൂടെ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവനിക്ക് ഇപ്പോഴും ആ ഷോപ്പ് കണ്ടാൽ തിരിച്ചറിയാം. പിന്നെ ഷോപ്പ് കണ്ടതിന് മുതൽ നേച്ചുവിൻ്റെ നടത്തത്തിൻ്റെ സ്പീഡ് കൂടി. അങ്ങനെ ഷോപ്പിൻ്റെ മുമ്പിലെത്തിയപ്പോഴാണ് ആശാനൊരു കാഴ്ച കണ്ടത്. ഒരു പൂച്ച അവിടെ കിടക്കുന്നത്. ഈ പൂച്ച നമ്മളെപ്പം വരുമ്പോൾ അവിടെ കിടക്കുന്നുണ്ടാവും. കേറിക്കോ, ഒന്നും ചെയ്യൂല. അത് കേറിക്കോ, ഒന്നും ചെയ്യൂല. പിന്നെ ഇവന് പൂച്ചനെ പേടിയാണെങ്കിലും നല്ല ഇഷ്ടമാണ്. എപ്പോഴും എന്തെങ്കിലും ബാക്കിയുള്ള ഫുഡ് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ കൊണ്ടുപോയി പൂച്ച കൊടുക്കും. അങ്ങനെ ഷോപ്പിൽ മൂത്താപ്പ നടക്കുന്ന ബാക്കിൽ കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത് കിൻഡർ ജോയും തപ്പിയിട്ട്. അങ്ങനെ കുറേ നോക്കി. അപ്പോൾ അവസാനം ആശാനി കിട്ടി കിൻഡർ ജോയ്. പിന്നെ എന്നോട് 2 എണ്ണം എടുക്കണം എന്ന് പറഞ്ഞു. ഒന്ന് ഓനിക്കും ഒന്ന് ഉമ്മാക്കും. കാരണം എന്നാലല്ലോ ഓന് 2 ടോയ് കിട്ടും. 2 ബാറ്റ് വേണ്ടതുകൊണ്ട് മതിയാ? 2 പണിക്ക് ആയിട്ടല്ലോ. തക്കാളി പൊരിക്കുന്ന. അങ്ങനെ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ ഉണ്ടായ പൂച്ചനെ കാണാനില്ല. അപ്പം നേച്ചുവിനൊരു വിഷമായി. കാറ്റ് പോയി തോന്നല്ലേ? നമുക്ക് പാർക്കിന്റെ ഉള്ളിലേക്ക് പോവാം. പാർക്കിന്റെ ഉള്ളിലേക്ക് പോവാം. നേച്ചുവിന്റെ പാർക്ക് കാണിച്ചു കൊടുക്കാല്ലോ എല്ലാവർക്കും. ഇതാണ് എന്റെ പാർക്ക് പറയും. ഇവിടുന്ന് നേച്ചു കളിക്കല്. രണ്ട് കിൻഡർ ജോയ് ഉണ്ട്. പിന്നെ അവൻ കുറച്ച് നേരം പാർക്കിൽ നിന്ന് കളിക്കാൻ തുടങ്ങി. പിന്നെ അധികം ഫ്രണ്ട്സൊന്നുമില്ല ഇവിടെ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാവും കളിക്കാൻ. അപ്പം അങ്ങനെ ഈ സ്ലൈഡിങ്ങിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറുന്ന. അപ്പുറത്ത് സ്റ്റെപ്പ് ഉണ്ട്, പക്ഷെ എന്നാലും ഇതിൻ്റെ മുകളിൽ കൂടി ആശാൻ കയറും. അങ്ങനെ കയറി ഇതാ സ്ലൈഡിൽ. ഇതിലാണ് അവൻ കൂടുതലും കളിക്കാറ്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. സ്ലൈഡൊന്നും വർക്ക് ചെയ്യാതെ വരുന്നുണ്ടാ? മണ്ണുണ്ടാ? അത് കുഴപ്പമില്ല. വാ വാ. എന്ത് സ്ലൈഡ് ആവുന്നില്ല? അത് മണ്ണ് കയറിയിട്ടുണ്ടാവുന്നല്ലേ? മണ്ണ് കയറിയിട്ടാ സ്ലൈഡ് ആകുന്നില്ല? എന്നാ പോട്ട് വാ. അങ്ങനെ അതിൻ്റെ ഇപ്പുറത്തുള്ള വേറൊരു സ്ലൈഡ് കൂടെ ആശാൻ സ്ലൈഡ് വളർത്തും. ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു സംഭവം ഉണ്ടായി. നൈസാൻ്റെ ഒരു നെയ്ബറുണ്ട്. അപ്പോൾ ഒരു പാകിസ്ഥാനി ഫ്രണ്ട്. അപ്പോൾ ആളെ കണ്ടപ്പോൾ ആശാൻ എന്താക്കി ഒരു കിൻഡർ ജോയ് അങ്ങ് കൊടുത്തു. അപ്പോൾ അവൻ അതിൻ്റെ ടോയ് മാത്രം എടുത്തിട്ട് ഇതിൻ്റെ മിഠായി തിരിച്ച് ഇവന് കൊടുത്തു. എനിക്കിത് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നേരെ അതിൻ്റെ അപ്പുറത്തൊരു ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. നൈസാൻ്റെ ഇഷ്ടമാണ് ഫുട്ബോൾ കളിക്കാൻ. അപ്പോൾ അങ്ങനെ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുപോയി കുറച്ച് സമയം. ഇങ്ങനെ മണലിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു രസം വേറെ തന്നെയല്ലേ. ഞാൻ മുന്നേ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. നമ്മളെ സ്ട്രെങ്ത്ത് ശരിക്കും കൂടുമെന്ന് പറയുന്നതൊക്കെ ഈ മണലിൽ കളിക്കുന്ന സമയത്ത്. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാനും നെയ്സാനും കൂടിയിട്ടാണ് ഫുട്ബോൾ കളിച്ചത്.
ഞാൻ അങ്ങോട്ട് തട്ടി കൊടുക്കും. പിന്നെ ആ ബോൾ ഇങ്ങോട്ട് എത്തണമെങ്കിൽ കുറേ സമയം എടുക്കും. അവന് മെല്ലെ മെല്ലെ തട്ടി 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 മെല്ലെ ഇപ്പുറത്ത് കൊണ്ടുവരും. പിന്നെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോളിൻ്റെ ഓണർ വന്നു, ഓണർ ചെക്കൻ. പിന്നെ അവൻ്റെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞു കളിച്ചാൽ നെയ്സാനും ആ പയ്യനും കൂടെ കുറച്ച് നേരം ഫുട്ബോൾ കളിച്ച്. ഫുട്ബോളൊന്നല്ല, ചെക്കനിങ്ങനെ ഇവനെ കളിപ്പിക്കും, ഇവന് ബോൾ കിട്ടുന്നുണ്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അത് അറിയില്ല കളിക്കാൻ. കുറച്ച് നേരം കളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകും. അങ്ങനെ തിരിച്ച് നമ്മൾ ഫ്ലാറ്റിന് താഴെ എത്തി. ആശാൻ ഭയങ്കര തിരക്കിലാണ്. ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ സർപ്രൈസ് അറിയാൻ തോന്നുന്നു, സമാധാനമില്ല. അപ്പോൾ അങ്ങനെ നേരെ ഫ്ലാറ്റിൽ കയറാൻ പോവാണ്. അങ്ങനെ റൂമിലെത്തിയപ്പോൾ ആള് അൺബോക്സ് കിൻഡർ ജോയ് പൊളിച്ച സർപ്രൈസ് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചൂടെടുക്കുന്നുണ്ടോ ചേച്ചി? ചൂടെടുത്തിനാ? എന്താണ് കിട്ടുന്ന? ബാറ്റ്മാനാ? ബാറ്റ്മാൻ പ്ലെയിന്. ഹായ്, ബാറ്റ്മാൻ പ്ലെയിനാ. ഹായ്, ബ്ലാറ്റ്മാനാ? ബാറ്റ്മാന്റെ ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ കിട്ടീനി? നല്ല കിട്ടീനി, നോക്കട്ടെ. അങ്ങനെ ആ കിൻഡർ ജോയ് തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് ഓൻ ആ സത്യാവസ്ഥ മനസ്സിലാക്കിയത്. അവൻ ഏച്ചുവിന്റെ ഒരു ടോയ് ഉള്ളതാണ് ഫ്രണ്ടിന് കൊടുത്തിനി. ഇതെന്താണ്? അതല്ല. പിന്നെ കുറച്ചു നേരം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനും നെയ്ച്ചും കൂടെ ഒരുവിധം കുറെ മറ്റേ മാനുവലും ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ അവസാനം ആശാന്റെ ബാറ്റ്മാന്റെ ഫ്ലൈറ്റ് ശരിയായിട്ടുണ്ട്. പിന്നെ ഈ ടോയ്സ് കംപ്ലീറ്റ് ഇവന് കിൻഡർ ജോയ് വാങ്ങിയിട്ടുണ്ടാക്കിയ ടോയ്സാണ്. കാരണം ഇവൻ കിൻഡർ ജോയ് വാങ്ങുന്ന തന്നെ ഈ ടോയ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർക്കും അതാണ് വേണ്ടത്. ഓൻ പറയും, ചേച്ചി പറയാം. അങ്ങനെ കുറച്ചു നേരം കഷ്ടപ്പെട്ട് ആ സാധനം അങ്ങനെയൊക്കെ ഫിക്സ് ചെയ്തുണ്ടാക്കി.